ശ്രീ ഹെൻറി ഓസ്റ്റിൻ, കേന്ദ്രത്തിനെതിരെ ഒരു സമരം കേരളത്തിന് അർഹമായത് ലഭിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കാൻ UDF തയ്യാറാകുന്നില്ല, ശരിയാണോ? താങ്കളുടെ ഇപ്പോഴാണ് ചോദ്യം കേട്ടത്. ഇതില് വളരെ ക്ലിയർ ആയിട്ട് UDFിന്റെ ഒരു സ്റ്റാൻഡ് മുഖ്യമന്ത്രി UDFിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. യോജിച്ചൊരു സമരം ഡൽഹിയിലെ കേന്ദ്രത്തിനെതിരെ നടത്തണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷെ ഇതിന്റെ കാര്യങ്ങൾ അന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് UDFിൽ ചർച്ച ചെയ്ത് അതിനൊരു മറുപടി കൊടുക്കാമെന്നാണ് മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ഏകദേശം ഏകപക്ഷീയമായിട്ട് തന്നെ ഇതിന്റെ സമരത്തിന്റെ തീയതി LDF പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അതൊരു രാഷ്ട്രീയ മര്യാദ അല്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം, UDFിൽ ഇത് ചർച്ച ചെയ്തപ്പോൾ അതിനൊരു തീരുമാനം കൈക്കൊണ്ടത് ഇത് ഈ സമയത്ത് ഇപ്പൊ ഇത്രയും വർഷം ഇതൊരു 2 വർഷം ഈ സർക്കാർ പിന്നിടുമ്പോ ഇതിനു മുമ്പും ധനകാര്യ കെടുകാര്യസ്ഥതയും അതേപോലെയുള്ള ഈ വിഷയത്തില് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം ഹെൻറി, പറഞ്ഞോളൂ. ഈ വിഷയത്തില് UDFിന് ചില കാര്യങ്ങളിൽ യോജിപ്പുണ്ട്. അതേസമയം തന്നെ സർക്കാർ ഇതിന്റെ ഒരു ടൈമിങ്, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം വരാനിരിക്കുന്നതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു സമരം നടത്തുന്നതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നിലപാട് കൂടിയാണ് സർക്കാരിന്റെ എന്നുള്ളത് കൊണ്ടാണ് UDFിന് ഈ സമയം യോജിച്ചുള്ള സമരത്തിന് താല്പര്യമില്ല. കാരണം ചില കാര്യങ്ങളിൽ സർക്കാർ നിലപാടുകളോട് ഒത്തു നിൽക്കുമ്പോൾ തന്നെ ഇതേ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളില് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളും കൂടി ഇതിന്റെ അകത്ത് UDFിനുണ്ട്. ശരി ഹെൻറി ഓസ്റ്റിൻ, ശ്രീ ഹെൻറി ഓസ്റ്റിൻ, എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇതിൽ ഈ കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിൽ UDFിന് യോജിക്കാൻ പറ്റുന്ന മേഖലകൾ ഏതൊക്കെയാണ്? അതില് പ്രധാനപ്പെട്ട കാര്യം പറയാം. 14ാം ധനകാര്യ കമ്മീഷനില് 2.5% സംസ്ഥാന വിഹിതമായിട്ട് കേരളത്തിൽ ലഭിച്ചത്. പക്ഷെ 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് വരുമ്പോൾ 1.925% ആണ്. അതായത് 2% താഴെയായിട്ട് നമ്മുടെ വിഹിതം കുറഞ്ഞിട്ടുണ്ട്. ഇത് ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള ഒരു വിതരണം നടത്തുന്നതിന്റെ പശ്ചാത്തലത്തില് സംസ്ഥാനങ്ങളുടെ വിഹിതം വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ഈ കാര്യത്തെ സംബന്ധിച്ച് കോൺഗ്രസ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനോട് യോജിപ്പാണുള്ളത്. കാരണം ഞങ്ങളും കേന്ദ്ര തലത്തില് കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതേ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. ജനസംഖ്യ അനുസരിച്ച് നമ്മളുടെ വിഹിതം കുറക്കുമ്പോൾ ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ നിയന്ത്രണം അത്രത്തോളം കൃത്യമായി നടത്താത്ത സംസ്ഥാനങ്ങൾ അതിന്റെ മേന്മ അവർക്ക് കിട്ടുകയാണ്. അതേസമയം ജനസംഖ്യാ നിയന്ത്രണം നടത്തി കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല. അപ്പോൾ പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഈ ധനകാര്യ കമ്മീഷന്റെ വിഹിതം നിശ്ചയിക്കുമ്പോൾ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഷെയർ ആണ് ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കിട്ടുന്നത്. അത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് കേരളത്തെ പോലുള്ള നല്ല ഒരു ജനനിയന്ത്രണം നടത്തുന്ന ഒരു സംസ്ഥാനത്തിന് നെഗറ്റീവ് ആയിട്ടാണ് അത് ബാധിക്കുന്നത്. ആ കാര്യത്തില് നമുക്ക് യോജിപ്പാണ്. ശരി ഹെൻറി, നമുക്കൊരു തീയതി നിശ്ചയിച്ചതിന്റെ പിന്നിൽ അല്ലെങ്കിൽ തീയതി നിശ്ചയിച്ചത് നിങ്ങളുമായി ആലോചിച്ചില്ല എന്നുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചെറിയ വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു വലിയ വിഷയം താങ്കൾ തന്നെ പറഞ്ഞു. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന വലിയ വേർതിരിവിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു. അപ്പം ആ ഒരു വിഷയമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് യോജിപ്പിന്റെ ഒരു മേഖല ഞാനിവിടെ താങ്കൾ ചോദിച്ചപ്പോൾ ചൂണ്ടിക്കാട്ടിയതാണ്. കാരണം ഇതിന്റെ കാൽക്കുലേഷൻ നടത്തുന്നതിലുള്ള അപാകത അത് നമുക്ക് യോജിപ്പുള്ള ഒരു മേഖലയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 7 വർഷം കൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള ഇവിടുത്തെ ധനകാര്യ മാനേജ്മെന്റ് വളരെ വികലമായിട്ടുള്ള ധനകാര്യ മാനേജ്മെന്റ് ആണ് സംസ്ഥാനത്ത് അനുവർത്തിച്ചു വരുന്നത്. നമുക്ക് GST റെജീമിലേക്ക് നമ്മൾ മാറി. GST റെജീമിലേക്ക് മാറുമ്പോൾ അതിനനുപാതികമായിട്ട് നമ്മുടെ ധനകാര്യ മാനേജ്മെന്റും നികുതി പിരിവിന്റെ സംവിധാനങ്ങൾ പരിഷ്കരിക്കേണ്ടതായിരുന്നു. നമ്മളത് ചെയ്തിട്ടില്ല. ഇപ്പോഴും ക്യാമറ ഉപയോഗിച്ച് E-way ബില്ലിനെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങോട്ട് കടന്നു വരുന്ന B2B കസ്റ്റമേഴ്സ്, ബിസിനസ് ടു ബിസിനസ് ബില്ലില്ലാതെ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇടപാട് ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ B2C ഡയറക്റ്റ് കമ്പനി ടു കസ്റ്റമർ നടക്കുന്നുണ്ട്. അത്രയും വലിയ തോതിലുള്ള വെട്ടിപ്പോട് നടക്കുന്നുണ്ട്.